വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം ദൈവവചനത്തിലൂടെ ലഭ്യമായിത്തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലങ്ങൾ, അധികാരങ്ങൾ, പദവികൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. തുയത്തീര സഭയ്ക്കുള്ള ദൂതിലാണ് പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ മേലുള്ള അധികാരമാണ്. ഈ ദൈവവചനത്തിലൂടെ, ഈ വാക്യത്തിലൂടെ ജയിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന അധികാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ഈ അധികാരം ലഭിക്കണമെങ്കിൽ നാം ജയിക്കണമെന്നുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് ഈ സഭയ്ക്കുള്ള ദൂതിൽ ആരെയാണ് ജയിക്കേണ്ടത്, എന്തിനെയാണ് ജയിക്കേണ്ടത് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇസബേലിനെയും അവളുടെ ഉപദേശത്തെയും ദുർനടപ്പ്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിൽ നിന്ന് മാറി ദൈവ വഴിയിൽ ദൈവഇഷ്ടപ്രകാരം ജീവിക്കണം, എന്നാൽ സഭയ്ക്ക് ജയമുണ്ട്. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അഹാബിൻ്റെ ഭാര്യയായിരിക്കുന്ന ഇസബേൽ, അവളൊരു ഇസ്രായേൽ ദേശക്കാരിയായിരുന്നില്ല. പുറം ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ, ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയെ അഹാബ് ഭാര്യയായിട്ട് എടുക്കുകയും ഇസബേൽ ആരാധിച്ചിരുന്ന ബാലിനെ ഇസബേൽ വിട്ടുകളയാതെ അതിനെ ആരാധിച്ചിരുന്ന ഒരു പാരമ്പര്യം, അത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ കൊണ്ടുവരികയും ഇസ്രായേലിനെ ബാലിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിക്കുകയും ചെയ്യത്തക്കവണ്ണം ഇസബേൽ ദേശത്ത് തൻ്റെ അധികാരം ഉപയോഗിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാർ, അശേര അതിൻ്റെ പ്രവാചകന്മാർ, അങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനത ദൈവത്തെ വിട്ട് ദൈവമല്ലാത്തതിനെ ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു. ബാലെന്ന് പറയുന്ന ഇസബേലിൻ്റെ ദൈവം മഞ്ഞിൻ്റെയും മഴയുടെയും ദൈവമാണെന്ന് അവൾ പ്രചരിപ്പിച്ചു. അങ്ങനെ ജനം അവളുടെ വാക്ക് കേട്ട് കരയും കടലിനെയും ആകാശത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ വിട്ട് ബാലിനെ ആരാധിപ്പാൻ തിരിച്ചു. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനം അകന്നുപോയ ഒരു കാലഘട്ടം. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം കരത്തിലെടുത്ത് ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇസബേൽ തകർക്കപ്പെടുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാലിൻ്റെ പ്രവാചകന്മാരും അശ്വരുടെ പ്രവാചകന്മാരും ഏലിയാവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏലിയാവിൻ്റെ പ്രവചനം ആകാശത്തെ അടച്ചു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ആകാശം തുറന്നു, ഭൂമിയിൽ ക്ഷാമം മാറി, വലിയ മഴ പെയ്തിറങ്ങി. അപ്പോൾ ജനം ദൈവത്തിൽ നകന്നു പോയവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇസബേലിൻ്റെ പാരമ്പര്യമുള്ള ഒരു സ്ത്രീ ഈ സഭയിൽ, പ്രത്യേകിച്ച് തുയത്തൈര സഭയുടെ കാലഘട്ടത്തിൽ സഭയിൽ കടന്നുകൂടി. അപ്പോൾ അവരുടെ ഉപദേശങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊന്നും മുറുകെ പിടിക്കാൻ പാടില്ല. ഇസബേലിൻ്റെ ദുർനടപ്പോ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാനോ, അവളോട് കൂടെ ഇഴകിച്ചേരുവാനോ, അവളുടെ നടപ്പനുസരിച്ച് നടക്കുവാനോ, അവളുടെ ഉപദേശം സ്വീകരിക്കുവാനോ കർത്താവ് സഭയെ
അനുവദിക്കുന്നില്ല. അതായത് ദൈവഹിതമല്ലാത്ത ഒന്നിനെയും അനുകരിപ്പാനോ സ്വീകരിപ്പാനോ, അതിനെ താണു വീണ് നമസ്കരിച്ച് അതിനെ ഒരു ആരാധ്യ വസ്തുവായി കാണുവാനോ പാടില്ല. അത് ദൈവത്തിന് വിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശം സഭയിൽ കടന്നുകൂടി. കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന അധികാരമെന്ന് പറയുന്നത് പിതാവ് കർത്താവിന് കൊടുത്ത അതേ അധികാരം തന്നെ കർത്താവ് കൊടുക്കും. അതെന്തധികാരമാണ്? ജാതികളുടെ മേലുള്ള അധികാരം. ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജയിക്ക് ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരമുണ്ട്. കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു, സങ്കീർത്തനങ്ങൾ 2:8, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും. ജാതികളെ അവകാശമായി ലഭിക്കണമെങ്കിൽ ചില കഷ്ടങ്ങൾ സഹിക്കുകയും അതിനെ ജയിക്കുകയും ചെയ്യണമെന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയ പൗലോസ് ഇപ്രകാരം തൻ്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തി, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ആരോടുകൂടെ വാഴും? കർത്താവിനോട് കൂടെ വാഴും. 2 തിമോത്തിയോസ് 2:11, 1 കൊരിന്ത്യർ 6:2, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്ന് വെളിപ്പെടുത്തുക. അപ്പോൾ ദൈവമുമ്പാകെ വിശുദ്ധിയോടെ, വെടിപ്പോടെ, നിർമ്മല ഹൃദയത്തോടെ, ദൈവഭയത്തോടെ, ഭക്തിയോടെ ജീവിക്കുവാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് വെളിപ്പെടുത്തുക. ലോകത്തെ വിധിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അധികാരി എന്ന് വിശേഷിപ്പിക്കുന്ന പിശാചിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്ന സകല ജാതികളെയും ന്യായം വിധിപ്പാൻ അധികാരം ലഭിക്കും. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മടങ്ങി വരികയും സഭ ഇവിടുന്ന് മാറ്റപ്പെടുകയും തുടർന്ന് 7 വർഷം കഴിഞ്ഞ് സാത്താനെ ചങ്ങലയാൽ ബന്ധിക്കുകയും തുടർന്ന് ജാതികളെ ന്യായം വിധിക്കുകയും ന്യായാസനങ്ങളെ നിരത്തുകയും അവയിൽ ഇരിക്കുന്നവർക്ക് വിധിക്കുവാനുള്ള അധികാരം ലഭിക്കുകയും അവർ ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ന്യായം വിധിപ്പാനുള്ള ആരുടെ മേൽ? ജാതികളുടെ മേൽ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനല്ല, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടണം. ഇസ്രായേൽ ജനത, യഹൂദ ജനത, അതിന് പുറത്തുള്ളവരെല്ലാം ജാതികളെന്ന് വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിലൂടെ പുതിയ നിയമ ഇസ്രായേൽ എന്ന ഒരനുഭവത്തിലേക്ക് വേർതിരിക്കപ്പെടുവാൻ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഭാഗ്യവും പദവിയും ലഭിച്ചിരിക്കുന്നു. മക്കളെങ്കിലും അവകാശികളാണ്. ആരുടെ മക്കൾ? ക്രിസ്തുവിൻ്റെ മക്കൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1:12. അപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ മക്കളാണ്, കർത്താവിൻ്റെ വകയാണ്. മക്കളെങ്കിലും അവകാശികളും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ജാതികളുടെ മേൽ അധികാരത്തോടെ വാഴും, അവരെ ന്യായം വിധിക്കും. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയ്ക്ക് ഇതിനുള്ള അധികാരം ലഭിക്കും. എന്നാൽ മറ്റൊരു കൂട്ടർ ഈ ഒരു അധികാരം ലഭിക്കുമെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അത് മഹാപീഡന കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരുപറ്റം ആളുകളാണ്.
എങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെടുന്നത്? പീഡനകാലത്ത് ജനം വിടുവിക്കപ്പെടുവാൻ കർത്താവ് ആഴമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തൻ്റെ 2 സാക്ഷികളെ ലോകത്തിലേക്ക് കർത്താവ് അയക്കും. അവരുടെ പ്രസംഗത്തിലൂടെയും ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൂതൻ്റെ പക്കൽ കൊടുത്തതായ നിത്യ സുവിശേഷത്തിൻ്റെ ദൂതിലൂടെയും അനേകർ രക്ഷിക്കപ്പെടും. ഇവരും രക്തസാക്ഷികളായിത്തീരും. വെളിപ്പാട് 6-9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയും. അവരെ പീഡിപ്പിച്ചവരെ ന്യായം വിധിപ്പാൻ അവരുടെ പ്രാർത്ഥനയും യാചനയും പ്രകാരം അവർക്ക് അധികാരം കർത്താവ് കൊടുക്കും. എന്നാൽ ഇവർ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദവിയിലേക്ക് അവർ ചേർക്കപ്പെടുകയില്ല. 1000 വർഷം നിത്യതയിലും കർത്താവിനോടുകൂടെ വാഴും. ജയിച്ച അധികാരമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഴമായിട്ട് ആഗ്രഹിക്കുന്നു. പരാജയപ്പെട്ട് തള്ളപ്പെട്ടു പോകുന്ന ജനതയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനല്ല, ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നാം എണ്ണപ്പെടണം. കർത്താവിൻ്റെ പ്രിയമക്കളായി, കർത്താവിന് പ്രിയരായി, കർത്താവിന് ഇഷ്ടമുള്ളവരായി, കർത്താവിന് ബോധിച്ചവരായി ജീവിക്കുന്നുവെങ്കിൽ നിൻ്റെ മേലൊരു അധികാരം കർത്താവ് തരും. അതുമാത്രമല്ല, ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഉദയനക്ഷത്രം നമുക്കറിയാം, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു. അതിനോട് ചേർന്ന് കോടിക്കണക്കിന് നക്ഷത്ര ഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല, അത്രമാത്രം നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ. കണ്ടുപിടിച്ച നക്ഷത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാത്ത എത്രയോ നക്ഷത്ര ഗോളങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുക, ജയിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കും. ഉദയ നക്ഷത്രം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഉദയ നക്ഷത്രം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 22:16 പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. ഉദയനക്ഷത്രം ഉദിക്കുന്നത് പ്രഭാതത്തിലാണ്. ഇതെല്ലാ ആളുകളും കാണുന്നുണ്ടോ? ഇല്ല. ഉണർന്നിരിക്കുന്നവർ മാത്രമേ അത് കാണുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവ് ഉദയനക്ഷത്രം ആയിട്ടാണ് മടങ്ങി വരുന്നത്. അന്ന് ആര് സാക്ഷാൽ ഉദയനക്ഷത്രമായി കർത്താവിനെ കാണും? ഒരുക്കത്തോടെ ഉണർന്നിരിക്കുന്നവർ കർത്താവിനെ കാണും, അവൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ഇസബേലിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാതെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഏതൊരു വ്യക്തിയും ഉദയനക്ഷത്രമായ കർത്താവ് വരുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. ഉദയനക്ഷത്രമായ കർത്താവിനെ തന്നെ പ്രതിഫലമായിട്ട് അവന് ലഭിക്കും. കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. 2 പത്രോസ് 1:19 നമുക്കത് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ഇരുട്ടിൻ്റെ ലോകത്തിൽ നാം പാർക്കുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചത്താൽ നമ്മളെ മൂടപ്പെട്ടുകൊണ്ട് കർത്താവ് ഇരുട്ടിൽ നമ്മളെ മുൻപോട്ട് നയിക്കുക. നിലനിന്നേക്കും ഇരുട്ടിനെ നീക്കിക്കൊണ്ട് സാക്ഷാൽ ഉദയ നക്ഷത്രമായി കർത്താവ് വെളിപ്പെടുവാൻ കാലം അടുത്തിരിക്കുന്നു. ആ കർത്താവിൻ്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കാം, നമ്മളെ തന്നെ വിനയപ്പെടുത്താം. കർത്താവ് ഒരിക്കലും പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുവാനല്ല, അത് പ്രാപിച്ചെടുക്കുവാൻ ഇസബേലിൻ്റെ ഉപദേശങ്ങളും രീതികളും ആചാരാനുഷ്ഠാനങ്ങളും അവളുടേതായിരിക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാതെ
ദൈവമല്ലാത്തന്നെ ദൈവമായി കണ്ട് ആരാധിപ്പാൻ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ, സകലത്തിൻ്റെ ഉടയവനും ഉടമസ്ഥനും സകലത്തെയും തൻ്റെ കാൽ കീഴാക്കിയവനുമായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സകലത്തിനു മേലും അധികാരമുള്ളവനാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്. ആ ദൈവമായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് സകലത്തിനു മേലും അധികാരമുള്ളതുപോലെ നമ്മുടെ മേൽ പകർന്നു തരുന്ന പ്രതിഫലമെന്ന അധികാരം പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് തന്നെ പ്രതിഫലമായി കർത്താവിനെ നമുക്ക് നൽകുമ്പോൾ ആ കർത്താവിനെ പൂർണ്ണമായി പൂർണ്ണരൂപത്തിൽ കണ്ട് കർത്താവിനെ ആരാധിച്ച് മുന്നേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ജയിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ കർത്താവേ എന്നെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് തരുന്ന അധികാരം, ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞങ്ങൾ ജയിച്ചാൽ മാത്രമേ ലഭ്യമായി തീരുകയുള്ളൂ. ലോകത്തിൻ്റെ സകല മോഹങ്ങളെയും ജയിച്ചവനായി കർത്താവിനോട് കൂടെ വാഴുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.